നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ചില കൂടപത്രങ്ങളെക്കുറിച്ചാണ്. കൂടപത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. നമ്മുടെ ഇത് വലിയ നൂറ്റാണ്ടിലേക്കൊക്കെ പോയി ഒരുപാട് ടെക്നോളജിയൊക്കെ വളർന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്നും അത് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും ബിസിനസ്സുകാർ. പറയുമ്പോൾ ചിലവർ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ അനുഭവിക്കുന്നവർക്ക് ഒരു ബിസിനസ്സുകാരനും അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എല്ലാവരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഗവൺമെൻറ്റിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങളെക്കാൾ ഏറെ നേരിടുന്നതാണ് ശത്രുത. അതായത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വരുമ്പോൾ നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്നവർ നമ്മൾ തകർക്കാൻ വേണ്ടി ചെയ്യുന്നത്, അത് നേരിട്ട് വന്ന് കട അടിച്ചു പൊളിക്കുകയോ ഗുണ്ടകളെ കൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ അതിന് നിയമപരമായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കും. പക്ഷേ നമ്മൾ പുറത്തൊന്നും അറിയാത്ത വിധത്തിൽ ചില പൊട്ടിക്കൈകൾ ചില ആൾക്കാർ അതിനാണ് ഈ കൂടപത്രം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പോയി ചെയ്ത് ഒരുപാട് പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നശിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളാണെന്ന് പറയുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളൊന്നും അല്ലാതെ അതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ചില ഗുണ്ടാ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളും നമുക്ക് ചുറ്റിനുമുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഞാനിന്ന് പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ബിസിനസ് ചെയ്യുന്ന പലരും, അപ്പോൾ ബിസിനസ്സുകാർ മാത്രമല്ല കേട്ടോ, ബിസിനസ്സുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതുപോലെ തന്നെ സിനിമ സീരിയൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഒരുപാട് പേര് ഈ വിഷയമായിട്ട് എൻ്റെ അടുത്ത് വരാറുമുണ്ട്. കാര്യം അവർക്കെല്ലാവരും അവർ ഒരുവിധം നന്നായി വരുന്നത് കാണുമ്പോൾ നന്നാകാതെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇവരെക്കാളും മുകളിൽ നിൽക്കുന്നവർ, അവർക്ക് ഇവരൊരു ഭീഷണിയായി തോന്നുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമപരമായി നേരിടാൻ പറ്റുന്ന വിഷയങ്ങളിൽ കൂടിയൊന്നും അവർ മുന്നോട്ട് പോകില്ല. അവർ ചെയ്യുന്നത് ഇതേ കണക്കുള്ള ചില സ്ഥലത്ത് പോയി അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളം എടുത്താൽ, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ സ്ഥിരം പോകുന്നതാണ്, ഛത്തീസ്ഗഡിലെ ഈ പൂജയ്ക്ക് ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള ഒരുപാട്, നമ്മൾ വിചാരിക്കും നല്ല ക്ഷേത്രങ്ങളാണ് അതിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങളാണ്. അവർ പറയുന്ന ആയിരങ്ങളോ ലക്ഷങ്ങളോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കാര്യം സാധിച്ചു കൊടുക്കും. അതായത് ഇപ്പം നമ്മളൊരു ഒരു ബിസിനസ് നന്നായി വിജയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി, സത്യകമായി നടക്കുന്ന ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തി നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കണം. അപ്പോഴത്തേക്ക് ഇതൊന്ന് നന്നായി വരുവുള്ളൂ. പക്ഷെ ഇതുപോലെ ഒരാളെ നശിപ്പിക്കാനാണെങ്കിൽ നമ്മളൊരു ഇങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം എന്നുള്ളതല്ല, പക്ഷെ വളരെ പെട്ടെന്ന് കാര്യം സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ എൻ്റെ അടുത്ത് വരികയാണ്. ബിസിനസ് എന്ന് വെച്ചാൽ അയാൾ വളരെ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്, വളരെ നല്ല രീതിയിൽ. അപ്പം ഞാനിത് പറയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനക്കാരെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കൂടെ തോളോട് ചേർന്ന് നിൽക്കുന്നവരെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അങ്ങനൊരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ പലരും പറയില്ല, അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയനാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ സഹോദരനാണെന്നൊക്കെ പറയും. ഒരുത്തനെയും വിശ്വസിക്കരുത്. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അയാൾക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട്, പക്ഷെ വളരെ പെട്ടെന്ന് താഴേക്ക് പോയി അവസാനം ഇപ്പോൾ അയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അയാളുടെ വീട് വരെ വിറ്റു. പക്ഷെ സ്ഥാപനം എങ്ങനെയൊക്കെയും അങ്ങനെ ഒരുവിധം ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ബാധ്യതകളൊക്കെ ആയിപ്പോയി. അയാൾക്കുണ്ടായിരുന്ന വസ്തുവകകൾ വിറ്റിട്ട് പോലും ബാധ്യത തീർന്നില്ല എന്നുള്ളത്. അപ്പോൾ ദിവസം പ്രതി അയാൾ ഇങ്ങനെ താഴേക്ക് പോകുന്നു. ഇന്ന് വരുന്ന കസ്റ്റമർ നാളെ വരില്ല. ഇയാളുടെ കടയിൽ വന്ന് വില പറഞ്ഞ സാധനം അപ്പുറത്ത് പോയി അവരെടുക്കുന്നു. വലിയൊരു ബിസിനസ് സ്ഥാപനമായിരുന്നു. അങ്ങനെ എന്തിനു പറഞ്ഞു, തീർത്ത് മോശമായ അവസ്ഥയിലേക്ക് ഇദ്ദേഹം പോയി. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശത്രുദോഷമാണ്, ഇതൊരു കൂടപത്രമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നു, അതാണ് ഇതിനകത്ത് വന്ന ഒരു കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇയാൾക്കും തോന്നി അങ്ങനെയാണെന്ന്. കാര്യം ഇയാളുടെ സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു വലിയ സ്ഥാപനമാണ്. അപ്പോൾ സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് തൊഴിലാളികളും, അവർക്ക് പുരുഷന്മാർക്ക് കിടക്കാനുള്ള സംവിധാനം, അവർക്ക് ചെറിയ രീതിയിൽ ആഹാരം വെച്ച് കഴിക്കാനുള്ള അടുപ്പും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്.
അപ്പം അയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരെയും അയാൾക്ക് വിശ്വാസമാണ്, സകലവരെയും വിശ്വാസമാണ്. അങ്ങനെ ഇയാൾ തകർന്ന് നേരെ താഴേക്ക് വന്നു. പലരും പല സ്ഥലങ്ങളിലും പോയി ചോദിച്ചപ്പോൾ ഇത് ശത്രുദോഷമാണ് എന്ന് പറയുന്നത്, ഇത് കണ്ടുപിടിക്കാനൊരു നിവൃത്തിയില്ല. അങ്ങനെ ഇയാൾ ഒരു സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് വരികയാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു കെട്ട് ചാർത്തെന്ന് വെച്ചാൽ ജ്യോതിഷികൾ അവർ നോക്കിയിട്ട് എഴുതി കൊടുക്കുക, ഇന്ന കാരണങ്ങളാണെന്ന് എഴുതി കൊടുക്കുന്ന ഒരു പേപ്പറുണ്ട്, അതിനാണ് ചാർത്തെന്ന് പറയുന്നത്. ഒരു കെട്ടെന്ന് വെച്ചാൽ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഒരു 10-30 ചാർത്ത്. അതായത് ഇങ്ങനെ ഒരു 10-30 ജ്യോതിഷികളെ കണ്ടിരിക്കുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ കണക്ക് തന്നെ എഴുതിയിരിക്കുന്നു. അതായത് പല രീതിയിലാണെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ്. കൂടെ നിന്ന് ആരോ ചതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലോ എന്തോ ഒരു ദുഷ്കർമ്മം ചെയ്തു വെച്ചിരിക്കുന്നു. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഇദ്ദേഹം നന്നാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്കും ഇത് കണ്ടെടുത്തു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അത് കണ്ടെടുത്ത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തത് അനുസരിച്ചിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാനും നോക്കി. അപ്പം സംഭവങ്ങളെല്ലാം സത്യം തന്നെയാണ്, കണ്ടെടുക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ കണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലവർ പറയും, വന്നിട്ട് ഒരാളുടെ അടുത്ത് പോയി, അവർ വന്നു, അവർ തന്നെ കുഴിച്ച് അവിടെ നിന്ന് പഴയ തകിടൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു. അതായത് കുഴിച്ചിട്ടിരുന്ന തകിട്, അത് ശത്രു കുഴിച്ചിട്ടിരുന്ന തകിട് ഇദ്ദേഹം വന്ന് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവന്ന് കുഴിച്ചെടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സത്യമുണ്ടോ എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സന്ദർഭവശാൽ ഞാൻ പറയാം, അതിനെക്കുറിച്ച് എല്ലാം എനിക്കറിയില്ല. ചെയ്യുന്നതിനോട് എത്ര ശതമാനം അവർ നീതി പുലർത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിലെന്ന് വെച്ചാൽ, എൻ്റെ കൂട്ടത്തിൽ അയാൾ അത്യാവശ്യം ചില പൂജകൾക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അദ്ദേഹം ഇതിനൊക്കെ തുള്ളി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ അദ്ദേഹം എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതേ കണക്കൊരു പ്രശ്നമുണ്ട്. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ചൂരലൊക്കെ വെച്ച് തുള്ളി ഇങ്ങനെ ആടി വന്നിട്ട് പറഞ്ഞു, ഇന്ന ഭാഗത്ത് കുഴിക്കണം, അവിടെ തകിട് കിടപ്പുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം അല്ല, ഏതോ ഒരു ദൈവം വന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൂടുതൽ 2-3 പേരൊക്കെ ഉണ്ട്. അവിടെ കുഴിച്ചു, കുറേ കുഴിച്ചിട്ട് ഇയാൾ പറഞ്ഞ് വീണ്ടും കുറേ മണ്ണ് കൂടെ അതിനകത്ത്, ഈ കുഴിച്ച് കരയിലിട്ട മണ്ണ് കുറേ മണ്ണ് കൂടെ അതിനകത്ത് ഇടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇദ്ദേഹം എന്നിട്ട് ഒരു വലിയ ചരുവം നിറച്ച് വലിയൊരു പാത്രം നിറച്ച് വെള്ളം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അടുത്ത് വെള്ളവും കൊണ്ടുവച്ചതിന് ശേഷം ഇദ്ദേഹം പെട്ടെന്ന് കുറേ ഭസ്മം, ഇങ്ങനെ ഭസ്മം വെച്ചാൽ ഒരു നുള്ളൊന്നുമല്ല, ഇങ്ങനെ ഒരു പിടി ഭസ്മം ഇങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു തട്ടത്തിൽ കുറേ ഭസ്മം കൊണ്ട് കൊടുത്തു. ഇദ്ദേഹം അതിന്ന് ഒരു പിടി ഭസ്മം വാരി ഇങ്ങനെ നെഞ്ചിലൊക്കെ വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചു ഊതിയൊക്കെ ചെയ്തിട്ട് നേരെ ഈ മണ്ണ് കോരി അദ്ദേഹം ഈ കുഴിച്ച മണ്ണ് കോരി ഈ ചരുവത്തിനകത്ത് നിറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇടിച്ചിട്ട് ഇങ്ങനെ ഈ കയ്യിരിക്കുന്ന ഭസ്മം നേരെ ഇതിനകത്തേക്കാണ് എറിഞ്ഞത്. ഇത് ഈ ചരുവും വെള്ളവും ഈ മണ്ണും ഇരിക്കുന്നതിനകത്ത് ആണ് ഇദ്ദേഹം എടുത്ത് എറിഞ്ഞത്. അപ്പം ഞാനിതൊക്കെ കണ്ടു നിൽക്കുകയാണ്. അപ്പം ചെന്നു, ഇയാൾ തുള്ളി വന്നു, ഇന്ന സ്ഥലത്ത് ആണ് കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഴിയുണ്ടാക്കി അതൊന്ന് കുറേ മണ്ണെടുത്ത് വലിയൊരു ചരുവത്തിനകത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആണ് ഇദ്ദേഹം ഇതിങ്ങനെ ഭസ്മമൊക്കെ അദ്ദേഹം കൊണ്ടുവന്നാണ് ഇട്ടു. എന്നിട്ട് പറഞ്ഞ് അരിക്കാൻ പറഞ്ഞു ഇതിങ്ങനെ. അപ്പോൾ കൈ കൊണ്ടിങ്ങനെ കോരി എടുത്ത് അദ്ദേഹം ശിഷ്യന്മാരിങ്ങനെ അരിച്ചരിച്ചരിച്ച് ഇങ്ങനെ മണ്ണ് ഇടുകയാണ്. അങ്ങനെ ഇട്ട് വന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. പഴയ തകിട്, ഒരു 2-3 തകിട് ഇതിൽ നിന്ന് കിട്ടി. അവിടെ നിന്ന് സ്ത്രീ, അതായത് ഈ ഗ്രഹനാഥ, അവർ കരഞ്ഞുകൊണ്ട് അവരങ്ങ് വീണുപോയി. അവർ അത്ഭുതപ്പെട്ടു പോയി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളും നമ്മളെ തകർത്തുകൊണ്ടിരുന്നത് എന്നൊരു സത്യം അവരപ്പോഴും മനസ്സിലാക്കി. അതിനേക്കാൾ ഉപരി അവർ തകർന്ന് തരിപ്പണാൻ നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവർ അലറി വിളിച്ച് തറയിൽ വീണുപോയി. പക്ഷെ ഇത് കണ്ടുപിടിച്ചു. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അത്ഭുതം കൊണ്ടാണോ ഒന്നും അറിയില്ല. അങ്ങനെ എഴുപ്പിച്ചു. പിന്നെന്താണ്, ഞാൻ അന്വേഷിക്കാൻ പോയില്ല. പക്ഷേ ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് 1-2 പേര് പിന്നെ എന്നോടൊപ്പം പൂജയ്ക്ക് വരട്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ കൂടെ വന്നിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇതെൻ്റെ മനസ്സിലൊരു സംശയമായിട്ട് കിടന്നു, സത്യം പറയാണ്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ പോറ്റി അത് ആ തട്ടത്തിനകത്ത് കുറേ ഭസ്മം വാരി വയ്ക്കുക, ഭസ്മത്തിൻ്റെ അകത്ത് തകിട് ഇദ്ദേഹം തന്നെ വെച്ചേക്കാണ്. അദ്ദേഹം നമ്മളത് കുഴിച്ച് വെച്ച് കൊണ്ടു കൊടുക്കും. അദ്ദേഹം അത് കറക്റ്റായിട്ട് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്, പിന്നെ ഇങ്ങനെ കോരി എടുക്കുകയാണെന്ന് പറഞ്ഞ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ ചെയ്യുന്നവരാരും അങ്ങനെയാണെന്നോ എന്ന കാര്യം എനിക്കറിയില്ല. എനിക്കറിയാമെന്നുള്ളൊരു സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം,
ഈ ഇപ്പോഴത്തെ സംഭവമായിട്ട് ഞാനത് എന്താണ് ചേർത്ത് പറയാം. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും കുഴിച്ചു വെച്ചാൽ അത് കണ്ടെത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്, നടക്കില്ല. പിന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിനെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നടത്ത് ഇരിക്കുന്നു എന്നല്ല, എവരുടെ ഈ ഒരു ഭൂമിക്കുള്ളിൽ ഒരു 10 സെന്റ് അല്ലെങ്കിൽ ഒരു 32 സെന്റ് അല്ലെങ്കിൽ ഒരു 2 സെന്റിനുള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 2 സെന്റിനുള്ളിൽ ഇരിക്കുന്ന ഇതിനെല്ലാം നിർവീര്യമാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇതിനെ നമുക്ക് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമുക്ക് കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിനെ അവിടെ വെച്ച് നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും. അങ്ങനെ നിർവീര്യമാക്കിയാൽ നമുക്ക് വീട്ടിൽ നന്നായി പോകാൻ പറ്റും. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു, ഇതിനെ നിർവീര്യമാക്കി. പക്ഷെ എവിടെ ഉണ്ടെന്നറിയില്ല, ഈ ഭൂമിക്കുള്ളിൽ എവിടെയോ ഇതുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഈ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിലാണ് ഈ പറഞ്ഞ നെഗറ്റീവിനെ ഇവരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു കലശത്തിനകത്തോ തകിടോ എന്തെങ്കിലും, ഇത് വാഹനമാണ്, ഇത് കടന്നു വരുന്ന വാഹനമാണ്. ഇത് ഭൂമിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു പുണ്ണാക്കും ഉണ്ടാവില്ല. വെറുതെ അത് നമ്മൾ തോണ്ടിയെടുത്തിട്ടും കാര്യമൊന്നുമില്ല. അതിനകത്ത് പിന്നെ ശക്തിയില്ല. ശക്തിയെല്ലാം പിന്നെ നമ്മളിലേക്ക് വന്നു, നെഗറ്റീവ് എല്ലാം നമ്മളിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന, നമ്മളിൽ നിൽക്കുന്ന ഈ നെഗറ്റീവുകളെ നമ്മൾ പൂജയിൽ കൂടി അതിനെ നമ്മൾ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്മ വരും. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി അതെല്ലാം ചെയ്തു കൊടുത്തു. അതിനുശേഷം ഒരു 2-3 വർഷം കൊണ്ട് അദ്ദേഹം വീണ്ടും നല്ല ഒരു ഉയർച്ചയിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഞാൻ ഈ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാറിനോടൊപ്പം നിൽക്കുന്നവർ സാർ ഒരുപാട് സൂക്ഷിക്കണം, കാര്യം ബുദ്ധിമുട്ടുണ്ട്, ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത് വന്നത്. അപ്പോൾ എനിക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും രാശിയിൽ കണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അത്ര കൊണ്ട് വിശ്വാസം വന്നില്ല. പക്ഷേ ഒരു 2-3 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം നന്നായി. അതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന, ഇദ്ദേഹത്തിൻ്റെ അനിയനെ പോലെ ഇദ്ദേഹം കരുതി കൂട്ടത്തിൽ നിന്നിരുന്ന അയാളെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒരു അറിവ് കിട്ടുന്നു. ഇതുപോലുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ സ്ഥിരം പോകാറുണ്ട് എന്നുള്ള കാര്യം. എന്തിന് പോകുന്നു എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. പക്ഷെ ഇദ്ദേഹം പിന്നെ അന്വേഷണങ്ങളായി പലരെയും വിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ആള് തന്നെയാണ് ഇവിടെ പോയി ഇദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്തത്. അതായത് ഇദ്ദേഹം തന്നെ നശിപ്പിച്ചിട്ട് ആ ബിസിനസ് ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ, കടക്കണിയിൽ മുങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്ത ഒരു മുട്ടം പണിയായിരുന്നു എന്ന് പിന്നീട് അത് തെളിവോടുകൂടി തന്നെ പിടിക്കുകയും അദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്തു. അപ്പോഴും ഇദ്ദേഹം അവിടെ പോയി എന്താണ് ചെയ്തു കൊണ്ടുവന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ ഈ 3 വർഷത്തെ കാലാവധി പറഞ്ഞ കാര്യം, 3 വർഷം കൊണ്ട് ഇദ്ദേഹം നന്നായി മറ്റവനെ പുറത്താക്കി, ഇദ്ദേഹം നന്നായി. അപ്പം ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സ്ഥലമെല്ലാം ഒന്ന് കുറച്ചുകൂടിയൊക്കെ ഭംഗിയാക്കിയൊക്കെ എടുത്തു. അപ്പം ഇദ്ദേഹം ഒരു അടുപ്പാണ്, ഈ മണ്ണുകൊണ്ടുള്ള അടുപ്പൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നത്, സിമെൻ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ വന്നപ്പോൾ ആ അടുപ്പിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി അതിനുവേണ്ടി ഇദ്ദേഹം ഇടിച്ചു പൊളിച്ചു. ഇദ്ദേഹം ജോലിക്കാരെ വെച്ച് ഇടിച്ചു പൊളിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കുപ്പിക്കകത്ത് തകിട്, പിന്നെ ഭസ്മ കുങ്കുമം പോലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ചത്, പിന്നെ ഒരു മൺകുടം, പിന്നെ ഒരു ചെമ്പിൻ്റെ ഒരു ചെറിയ കുടങ്ങൾ, ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് ഈ അടുപ്പിനകത്ത് കുഴിച്ച് റെഡിയാക്കി വെച്ചേക്കായിരുന്നു. പിന്നീടാണ് അദ്ദേഹം അത് 3 വർഷത്തിന് ശേഷമാണ് കണ്ടെത്തിയത്. അപ്പോൾ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഞാനിത് അറിയെങ്കിൽ അപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇത് കണ്ടു, ഇതിൻ്റെ കൈ കൊണ്ട് തൊടുന്നത് കൊണ്ടോ എടുക്കുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിനകത്തൊന്നുമില്ല, അത് ഈ പറഞ്ഞതൊക്കെ വെറും മൺകുടവും ഇതൊക്കെ തന്നെയാണ്. കാര്യം അതിനകത്ത് ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയെല്ലാം തന്നെയാണ്, ഈ ദുഷ്ടശക്തികളാണ്, അതെല്ലാം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഈ നിലം പരിശാക്കി കളഞ്ഞത്. വീണ്ടും അതിനെല്ലാം അവിടെ നിന്നും നമ്മൾ പൂജാതി കർമ്മങ്ങൾ കൂടി മാറ്റിയപ്പോൾ നന്നായി. പിന്നെ ഉണ്ടായിരുന്ന ഈ സാധനങ്ങളാണ്. അപ്പം അതിനകത്ത് എന്തായാലും ഒരു വിശ്വാസമല്ലേ, ഒഴുക്ക് ജലത്തിൽ ഒഴുക്കാൻ പറഞ്ഞു, അത് ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കുക. ബിസിനസ്സുകാർ, ഇതുപോലെ രാഷ്ട്രീയക്കാർ, ഉന്നത തലത്തിൽ നിൽക്കുന്നവർ, എന്തിനു പറയുന്നു, ഞാനും സൂക്ഷിക്കണം. കാര്യം എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കാര്യം ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ അതിനോടൊപ്പം ഓരോരുത്തർക്കും എന്നോട് തോന്നുന്നൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ കോടി ഞാൻ നന്ദി പറയുന്നുണ്ട്. ആ വിശ്വാസമൊക്കെ കൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ ജോലി തന്നെ ചെയ്യുന്നവർ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവർ എനിക്കിട്ട് പണി തരുന്നുണ്ട്. എനിക്കറിയാം, ഒരുപാട് പണി എനിക്കിട്ട് തരുന്നുണ്ട്. ഈ രീതിയിലും അല്ലാതെയൊക്കെ പണിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി, ഒരു സത്യസന്ധത ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും സൂക്ഷിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു, അതിൽ നിന്നും നമുക്ക് നല്ല വരുമാനം വരുന്നു, നമ്മുടെ കുടുംബം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക,
അതായത് നമ്മൾ വളരുന്നു, അതിനോടൊപ്പം നമ്മളെ കൂടെ തന്നെ ഒരു ശത്രുവും നമുക്ക് വളരുന്നുണ്ട്. സൂക്ഷ്മതയോട് മുന്നോട്ട് പോവുക. ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് മുച്ചൂടും നശിച്ചതിന് ശേഷമായിരിക്കും. എല്ലാവരെയും നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സംരക്ഷണം ആദ്യം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമുക്ക് സംശയമുള്ളവരെ നന്നായി ഒന്ന് നിരീക്ഷിക്കുക. കൃത്യമായിട്ടുള്ള ക്ഷേത്ര ദർശനം, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിക്കാരാണെങ്കിലോ അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നവരാണ്, ഏതായാലും കൃത്യമായിട്ടുള്ള ഈശ്വര ആരാധന അതുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഇതുപോലുള്ളതൊന്നും നിങ്ങളിലേക്ക് വരില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ ഇതുപോലുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്കുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് പൂർണ്ണമായും കണ്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ, പരിഹരിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്നും ജ്യോതിഷം അറിയാനുള്ള മാർഗമുണ്ട്. അത് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.